വരാനുള്ള പ്രത്യേക കാരണം ഇവിടെ നമ്മുടെ ശ്രീരാമന്റെ ഭക്തി തന്നെ. ശ്രീരാമന്റെ ഫാസ്റ്റ് തന്നെ കാണാനില്ലേ. 500 വർഷത്തെ കാത്തിരിപ്പാണ് അയോധ്യ വരുന്നത്. ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ അയോധ്യയിൽ വന്നിട്ടുണ്ട്, ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, 10 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. മുമ്പുള്ള അയോധ്യ ഇപ്പോഴത്തെ അയോധ്യ അല്ല ഇപ്പോ അതുകൊണ്ട് ഭയങ്കര മാറ്റമുണ്ട്. ഇനി ഒരു വർഷം കൂടി എടുക്കും മാറാൻ വേണ്ടിട്ട്, ഫുള്ളായിട്ട് ഒരു ഇതാവാൻ വേണ്ടിട്ട്. അപ്പോ വളരെ നന്നാവും ഒരു വർഷം കൊണ്ട്. ഇവിടെ ഞങ്ങള് രാവിലെ വന്നതാ. ഇന്ന് രാവിലെ ഫ്ലൈറ്റിലായിരുന്നു. അല്ല, ബോംബെ വരെ ഫ്ലൈറ്റ്, പിന്നെ കാർണിങ്ങോട് പോകും. ശരിയായോ? താമസമൊന്നുമില്ല, കാറിൽ തന്നെ താമസിക്കാത്തുള്ളൂ. തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിക്കുന്നത് അറിയാമോ? ഞാൻ ഈ 10 ദിവസമായിട്ട് ഹിന്ദി പറഞ്ഞ് മടുത്തിരിക്കുക. മലയാളികളെ കിട്ടാറില്ല ഇവിടെ. മലയാളി ഇല്ല ഇവിടെ. ഒരുപാടുണ്ട്. ഇത് വന്നിട്ടില്ലേ, ബില്ല് വന്നിട്ടില്ലേ? തിരുവനന്തപുരത്ത് ബില്ല് വന്ന കൂടുതലുണ്ട്. ഒരു മലയാളി 30 പേരോളം കൊച്ചിയിൽ വന്നിട്ടുണ്ട്. 30 പേര് നമ്മൾ ഇവിടെ കാണുന്നില്ല. കാര്യം ഒരു 100 പേരോളുണ്ട്. എല്ലാരും കണ്ടുകിട്ടിയിട്ടില്ല. ഞാൻ ഒരാഴ്ച ഇവിടെ തന്നെ താമസിക്കുന്നത്. ഇവിടെ ഒരു പോലീസുകാരന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇവിടുത്തെ ഒരു UP പോലീസുകാരന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് വളരെ സേഫാണ്. പുള്ളി എങ്ങനെ പരിചയം? ഞങ്ങളൊരു മുൻ പരിചയമുണ്ട്. ഞങ്ങളുടെ ഒരു സ്റ്റാഫിന്റെ ബന്ധുവാ. അങ്ങനെ നമ്പർ കിട്ടി ആ പോലീസുകാരന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. ജോലി ചെയ്യുന്നത് ഒരു ഇതുമില്ല. ഞാൻ ഷിപ്പിംഗ് കമ്പനി ബിസിനസ്സാണ്. ഞാൻ ഇവിടെ ജംഷഡ്പൂരാ വർക്ക് ചെയ്യുന്നത്, കോളേജിലാണ്. ഞാൻ ഗവൺമെന്റ് സർവന്റാ. അവധിയോ കിട്ടിയോ വരാൻ? എന്തോ അവധിയോ കിട്ടിയോ വരാൻ? അവധി എടുത്തു. ഇപ്പം 23 കഴിഞ്ഞേ പോകുള്ളൂ. 23 കഴിഞ്ഞേ പോകുള്ളൂ. ക്ഷേത്രത്തിൽ കയറിട്ടേ പോകും. ക്ഷേത്രത്തിൽ കയറിട്ടേ പോകും. ശ്രമിക്കും. ദർശനം കിട്ടിയാൽ ദർശനത്തിന് വേണ്ടി അല്ല വന്നത്. വൈകിട്ട് എല്ലാവർക്കും ഓപ്പണാ. ചിലപ്പോ വൈകിട്ട് ഉണ്ടാവുന്നാണ് പറഞ്ഞത്. വൈകിട്ട് ഇവര് പ്രധാനമന്ത്രി പോയതിനു ശേഷം വൈകിട്ട് തുറക്കുന്ന പറഞ്ഞേക്കുന്നു. അതിനാണ് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത്. അങ്ങനെയാ നാളെ നമ്മുടെ പോലീസുകാർ മുഖേന കിട്ടിയതാണ്. എനിക്ക് ഇവിടുത്തെ പോലീസുകാരായിട്ട് കുറച്ച് നല്ല പരിചയമുള്ളതുകൊണ്ട് അവർ മുഖേന കിട്ടിയൊരു റിപ്പോർട്ടാണ്. നാളെ വൈകുന്നേരം നല്ല കയറ്റി കാണാമെന്ന് പറഞ്ഞു. നമ്മുടെ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടുത്തെ എങ്ങനെയാ അതിനെ തോന്നുന്നത്? ഇവിടെ എല്ലാ അറേഞ്ച്മെന്റ്സും ഇവര് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. ഭക്ഷണം മൊത്തം ഫ്രീ ആണ് ഇവിടെ. എല്ലാവർക്കും ഭക്ഷണം ഫ്രീ ആണ്. ഇന്ന് വരുന്നവർക്ക്, നാളെ വരുന്നവർക്ക്, ഇൻവിറ്റേഷനോട് കൂടി വരുന്നവർക്ക് ഇവിടെ താമസം അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് ദൂരെ മാറിയിട്ട് താമസിക്കാനുള്ള അറേഞ്ച്മെന്റ്സും ഭക്ഷണത്തിന്റെ അറേഞ്ച്മെന്റ്സും എല്ലാം ചെയ്തിട്ടുണ്ട് ഇവരിവിടെ, ഈ ഗവൺമെന്റ് ഇവിടുത്തെ. ഇനി വേറൊന്നും നോക്കാനില്ല അവർക്ക്. പക്ഷെ ദർശനം മാത്രം നാളത്തെ ഈ അറേഞ്ച്മെന്റ് കഴിഞ്ഞിട്ട്, പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് പിന്നീട് ദർശനം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ അന്വേഷിച്ചപ്പോ തന്നെ. ഭക്ഷണത്തിന് പിന്നെ ഒരു ബുദ്ധിമുട്ടില്ല. ഭക്ഷണം എന്ന് വെച്ചാൽ ഞാൻ വന്നിട്ട് 5 ദിവസമായിട്ട് ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടേ ഇല്ല. നല്ല വളരെയധികം കൂടുതൽ ടേസ്റ്റുള്ള ഭക്ഷണമാണ്. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ്. കൂടി ചോറും എല്ലാം വളരെ നല്ല ഭക്ഷണമാണ്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ കിട്ടുന്ന അതിനെക്കാട്ടി നല്ല ഭക്ഷണം നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും. നല്ല ഭക്ഷണമാണ്. ഭക്ഷണങ്ങളെല്ലാം അതുകൊണ്ട് ഒരു താമസിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ. എല്ലാവർക്കും താമസിക്കാനുള്ള, ആയിരക്കണക്കിന് പേർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? കാലാവസ്ഥ തണുപ്പ് മാത്രം. ഇന്നോട്ട് തണുപ്പ് കുറഞ്ഞുണ്ട്. ഇന്നാണ് ആദ്യമായിട്ട് സൂര്യനെ കണ്ടത്. ഇന്ന് വെയിൽ വന്നു. 4 ദിവസമായിട്ട് വെയിലേ ഉണ്ടായിട്ടില്ല. 4 ദിവസമായിട്ട് സൂര്യൻ കണ്ടിട്ടില്ല. ഇന്നാണ് സൂര്യനെ ആദ്യമായിട്ട് കണ്ടത്. ഇന്നും നാളെ ഫുള്ളായിട്ട് കാണുന്ന പറഞ്ഞേക്കുന്നത്. തണുപ്പ് ഉണ്ട്, പക്ഷെ മൊത്തത്തിൽ സന്തോഷമാണ്. സന്തോഷം കൊണ്ട് തണുപ്പ് അറിയുന്നില്ല. ഇനിയും വരും അല്ലേ? ഇനിയും വരും, ഉറപ്പായിട്ടും വരും. ഇനി അമ്പലം കഴിഞ്ഞിട്ട് വരുള്ളൂ. അമ്പലം വരും. അതെ. ഇനിയും ദർശനം കറക്റ്റ് ആയിട്ട് ഒന്നുകൂടി നടത്തണം. പണി പൂർത്തീകരിക്കാനുണ്ടല്ലോ. പൂർത്തീകരിച്ചതിന് ശേഷം ഒന്നുകൂടി വരണം. വലിയ സന്തോഷം. മലയാളികളായ നിങ്ങളെ കാണാനായല്ലോ ഇവിടെ. അതെ. ഈ ഒരു സംശയം, രാംലല്ല കൊടുക്കണ പാന എവിടെന്നാ മേടിച്ചത്? ഞാൻ കണ്ടായിരുന്നത്. അതെവിടെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മേടി. അതെവിടെയാണെന്നറിയോ? നമ്മുടെ ഈ തൊട്ടടുത്ത് ഹനുമാൻ ക്ഷേത്രമുണ്ട്. അതിനോട് ചേർന്ന് അവിടെ ചോദിച്ചാൽ രാംലല്ല പാൻ തൂക്കാൻ ചോദിച്ചാൽ ഞാനത് കണ്ടായിരുന്നു. ചോദിച്ചിട്ടുണ്ട്. സന്തോഷം. അപ്പൊ അങ്ങനെ ആശ്വാസകരമായിട്ട് ഒരു 3 മലയാളികളെ കണ്ടെത്തി. ഒരു വലിയ കടമ്പയായിരുന്നു. ഗാനഗായകേ ഒരു ഗാവന